ഞാൻ കടയിൽ നിന്ന് വന്ന് അടുക്കള വാതിൽ തുറക്കാൻ കാത്തുക്കേക്കാരം കേട്ടോ, 2 കാവൽക്കാരും. പിന്നെ ഇതന്നെ പരിപാടി. ഇപ്പം ഞാൻ കണ്ട സന്തോഷത്തിൽ കുറേ നേരം പിന്നാലെ നടന്ന് ഇപ്പം അത് കഴിഞ്ഞ് സാറ്റ് കളിച്ചാണ്. കുറച്ച് നേരം കളിക്കട്ടെ എത്തി ഞാൻ പിന്നെ വാതിൽ തുറന്ന് അവിടെ വെക്കും. ഇന്ന് കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയപ്പോൾ ഞാൻ തോട്ടത്തിൽ കൂടെ ഒന്ന് കയറി നോക്കി, റബ്ബറിൻ്റെ വിറക് വല്ലതും ചാടിക്കണോ നോക്കാം. അപ്പോൾ വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, അതിൻ്റെ ഒപ്പം കൊതുകും ഉണ്ട്. പിന്നെ വിറക് എടുക്കാനൊരു മൂടില്ല. ഒന്നാമത് മഴ നനഞ്ഞിട്ട് ഭയങ്കര കനം. എന്നാൽ പിന്നെ നോക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോന്നപ്പോഴാണ് ഇത് 2 കിട്ടിയത്. നല്ല തന്നെയാണ്. അപ്പോൾ ഞാനത് കഞ്ഞിൻ്റെ വെള്ളത്തിൽ താളിച്ചാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. തോനെയൊന്നുമില്ല, കറി വെക്കാൻ മാത്രം. അങ്ങനെ അരി തീമട്ടുങ്ങാണ്ട് അത് നന്നാക്കി കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് അവിടെ വെച്ചാൽ അരി വെന്ത് കഴിഞ്ഞാൽ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞ് താളിച്ചാൽ ഓൾക്കൊരു ഇഷ്ടപ്പെട്ട കൂട്ടാനായി. ഇന്നിപ്പോൾ കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്, അതുകൊണ്ട് ഇഷ്ടം പോലെ പുതിയ മാക്സി ബിറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ പാർട്ടി വെയർ ചുരിദാറും സാധാ ചുരിദാർ ബിറ്റും അങ്ങനെ ഇഷ്ടം പോലെ. അപ്പോൾ ഹോൾസെയിൽ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യണ്ടേ. കൂടെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ ഇല്ലാത്തതുകൊണ്ട് കസ്റ്റമറും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കുറേ ദിവസമായിട്ട് ഉണങ്ങി കിട്ടാത്ത കുറേ തുണികളുണ്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴക്ക് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരുപാട് മടക്കി വെക്കാനുണ്ട് ഇസ്തിരി ഇടാനുണ്ട്. സാധാരണ മോനാണ് ഇസ്തിരി ഇടൽ. ഇന്നിപ്പോൾ പന്ത് കളിച്ചാൻ പോയിക്കണേ. ഓൻ്റെത് ഓനിടും, അല്ലെങ്കിൽ ഓൻ്റെത് ഞാനിടും. അങ്ങനെയാണ്. ഇന്നിപ്പോൾ ഇച്ചാണ് ഡ്യൂട്ടി. ചോറും കൂട്ടാനും ആയി കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ടേക്കാനും മടക്കി വെക്കാനും. കുറേ ദിവസം കൂടിങ്ങാണ്ട് വെയിലറച്ചുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, കുറേ പണിയാണ്. പോരാത്തത് മുറ്റത്ത് പുല്ല് ഇങ്ങോട്ട് മുളച്ചിട്ട് മഴ ആയതുകൊണ്ട് മുറ്റത്തേക്ക് നോക്കൽ തന്നെയല്ല. അത് കുറേ നുള്ളിപ്പറിച്ചിട്ട് ടെറസുമ്മ ഉണ്ടായിരുന്നു. റബ്ബറിൻ്റെ എല്ലാം ഒന്നായിട്ട് പൊഴിഞ്ഞിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കണം. വെയിലറച്ച് അതൊക്കെ വേറിട്ടപ്പോൾ അതും കുറേ തോണ്ടി അടിച്ച്. അങ്ങനെ ഇന്ന് ഒരുവിധം എല്ലാ പണിയും ഡെയിലി പോകണോണ്ട് ഞായറാഴ്ച ലീവില്ല കേട്ടോ ഇഞ്ച ഷോപ്പിനും. അതുകൊണ്ട് ഡെയിലി പോകണതുകൊണ്ട് ഒഴിവില്ല. പിന്നെ ഓർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമ്പോൾ എന്നോട് ലീവാക്കാൻ പറയും. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാനും ലീവാക്കും. അങ്ങനെയാണ് എൻ്റെ ലീവ്. അങ്ങനെയൊക്കെ റെഡിയായി.